24/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനിയായ ബാബ നിങ്ങളെ ദേഹി അഭിമാനി ഭവ എന്ന പാഠം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ പുരുഷാർത്ഥമാണ് ദേഹാഭിമാനം ഉപേക്ഷിക്കുക എന്നത്. ചോദ്യം: ദേഹാഭിമാനി ആകുന്നതിലൂടെ ആദ്യം ഉൽപ്പന്നമാകുന്ന രോഗം ഏതാണ്? ഉത്തരം: നാമരൂപത്തിൻ്റെ. ഈ രോഗം തന്നെയാണ് വികാരിയാക്കി മാറ്റുന്നത്. അതിനാൽ ബാബ പറയുന്നു, ആത്മാഭിമാനി ആയിരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യൂ. ഈ ശരീരത്തോട് നിങ്ങൾക്ക് മോഹം ഉണ്ടായിരിക്കരുത്. ദേഹത്തിൻ്റെ മോഹം ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ പാവനമായി മാറും. ബാബ നിങ്ങൾക്ക് ജീവൻ ബന്ധനത്തിൽ നിന്നും ജീവൻ മുക്തം ആകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. ഇത് പഠനമാണ്. ഓം ശാന്തി. ആത്മീയ പിതാവ് പറയുകയാണ്, ആത്മാഭിമാനി അഥവാ ദേഹി അഭിമാനിയായി ഇരിക്കണം. ആരെയാണ് ഓർമ്മിക്കേണ്ടത്? ബാബയെ. ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കേണ്ടതില്ല. ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു എന്നിരിക്കെ ആ ഒന്നിനെ ഓർമ്മിക്കണം. പരിധിയില്ലാത്ത ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ദേഹി അഭിമാനി ഭവ, ആത്മാഭിമാനി ഭവ. ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. പകുതി കൽപ്പം നിങ്ങൾ ദേഹാഭിമാനിയായിരുന്നു. പിന്നെ പകുതി കൽപ്പം ദേഹി അഭിമാനിയായി ഇരിക്കേണ്ടതുണ്ട്. സത്യത്രേത യുഗങ്ങളിൽ നിങ്ങൾ ആത്മാഭിമാനി ആയിരുന്നു. അവിടെ ഇതറിയാം, ഞാൻ ആത്മാവാണ്. ഇപ്പോൾ ഈ ശരീരം വൃദ്ധ അവസ്ഥയിലായി. ഇതിനെ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സർപ്പത്തിൻ്റെ ഉദാഹരണം. നിങ്ങളും പഴയ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. ആരാണ് ആക്കുന്നത്? ബാബ. ആ ഒന്ന് സദാ ആത്മാഭിമാനിയാണ്. ആ ഒന്ന് ഒരിക്കലും ദേഹാഭിമാനി ആകുന്നില്ല. ഒരു തവണ വരുന്നു എങ്കിൽ പോലും ദേഹാഭിമാനി ആകുന്നില്ല. കാരണം ഈ ശരീരം അന്യമാണ്, ലോണായി എടുത്തിരിക്കുകയാണ്. ഈ ശരീരത്തോട് ആ ഒന്നിന് മോഹമില്ല. ലോൺ എടുക്കുന്ന ആൾക്ക് മോഹം ഉണ്ടായിരിക്കില്ല. ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നതറിയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ തന്നെയാണ് വന്ന് കുട്ടികളായി നിങ്ങളെ പാവനം ആക്കുന്നത്. നിങ്ങൾ സതോ പ്രധാനമായിരുന്നു, പിന്നെ തമോ പ്രധാനം ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പാവനമാകുന്നതിനായി നിങ്ങളെ ജ്ഞാനുമായുള്ള യോഗം പഠിപ്പിക്കുന്നു. യോഗം എന്ന വാക്ക് പറയാതെ ഓർമ്മ എന്ന വാക്ക് പറയുന്നതാണ് ശരി. ഓർമ്മിക്കാൻ പഠിപ്പിക്കുന്നു. കുട്ടികൾ പിതാവിനെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കും പിതാവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ആത്മാവ് തന്നെയാണ് ഓർമ്മിക്കുന്നത്. രാവണരാജ്യം എപ്പോൾ ആരംഭിക്കുന്നു അപ്പോൾ കുട്ടികളായ നിങ്ങൾ ദേഹാഭിമാനിയായി മാറുന്നു. പിന്നെ ബാബ വന്ന് ആത്മാഭിമാനിയാക്കുന്നു. ദേഹാഭിമാനി ആകുന്നതിലൂടെ നാമരൂപത്തിൽ കുടുങ്ങിപ്പോകുന്നു, വികാരിയായി മാറുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏവരും നിർവികാരിയായിരുന്നു. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് വികാരിയായി മാറുന്നു. ജ്ഞാനം എന്ന് ഏതിനെയാണ്, ഭക്തി എന്ന് ഏതിനെയാണ് പറയുന്നത്? ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഭക്തി ആരംഭിക്കുന്നത് ദ്വാപര മുതലാണ്. 5 വികാരങ്ങളാകുന്ന രാവണൻ്റെ സ്ഥാപന ഉണ്ടാകുമ്പോൾ. ഭാരതത്തിൽ തന്നെയാണ് രാമരാജ്യമെന്നും രാവണരാജ്യം എന്നും പറയുന്നത്. പക്ഷേ എത്ര സമയം രാമരാജ്യം, എത്ര സമയം രാവണരാജ്യം നടക്കുന്നു എന്നതറിയുന്നില്ല. ഈ സമയത്ത് എല്ലാവരും തമോ പ്രധാനമാണ്, കല്ല് ബുദ്ധിയാണ്. ജനിക്കുന്നതേ ഭ്രഷ്ടാചാരത്തിലൂടെയാണ്. അതിനാൽ ഇതിനെ വിഷ്യസ് വേൾഡ് എന്ന് പറയുന്നു. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. പുതിയ ലോകത്തിൽ കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാരതം പോലെ പവിത്ര ഖണ്ഡം ഒന്നിനും ആകാൻ സാധിക്കില്ല. പിന്നെ ഭാരതം പോലെ അപവിത്രവും ഒന്നും ആകുന്നില്ല. ഏതൊന്ന് പവിത്രമാണോ അത് തന്നെ പിന്നെ അപവിത്രമാകുന്നു, വീണ്ടും പവിത്രമാകുന്നു.
നിങ്ങൾക്കറിയാം, ദേവീ ദേവതമാർ പവിത്രമായിരുന്നു, പിന്നെ പുനർജന്മം എടുത്തെടുത്ത് അപവിത്രമായി. ഏറ്റവും കൂടുതൽ ജന്മവും ഇവർ തന്നെയാണ് എടുക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൻ്റെയും അന്തിമത്തിൽ വരുന്നു. ആദ്യ നമ്പറിലുള്ള ഇദ്ദേഹം തന്നെയാണ് 84 ജന്മങ്ങൾ പൂർത്തിയാക്കി വാനപ്രസ്ഥത്തിൽ വരുന്നത്. അപ്പോൾ ഞാൻ പ്രവേശിക്കുന്നു. ത്രിമൂർത്തിയായ ബ്രഹ്മ, വിഷ്ണു, ശങ്കറുമുണ്ട്. എന്നാൽ ആർക്കും അറിയില്ല, കാരണം തമോ പ്രധാനം ആണല്ലോ. ആരുടെയും ബയോഗ്രഫിയെക്കുറിച്ച് ഒരു മനുഷ്യനും അറിയില്ല. പൂജ ചെയ്യുന്നു, പക്ഷേ എല്ലാം അന്ധവിശ്വാസമാണ്. ഭക്തിയെ പറയുന്നത് ബ്രാഹ്മണരുടെ രാത്രി എന്നാണ്. സത്യത്രേതായുഗം ബ്രാഹ്മണരുടെ പകലാണ്. ഇപ്പോൾ ബ്രഹ്മാവ് പ്രജാപിതാവാണ്. അപ്പോൾ തീർച്ചയായും കുട്ടികളും ഉണ്ടായിരിക്കുമല്ലോ. ബ്രാഹ്മണരുടേത് കുലമാണ്, ഡിനാസ്റ്റി അല്ല എന്നതും മനസ്സിലാക്കിച്ചു തന്നു. ബ്രാഹ്മണർ കുടുമിയാണ്, കുടുമിയും കാണപ്പെടുന്നു. പിന്നെ ഉയർന്നതിലും ഉയർന്നത് പഠിപ്പിക്കുന്നവൻ പരംപിത പരമാത്മാ ശിവനാണ്. ആ ഒന്നിൻ്റെ നാമം ഒന്ന് തന്നെയാണ്. എന്നാൽ ഭക്തിമാർഗത്തിൽ അനേകം പേരുകൾ നൽകിയിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ പുറംമോടികൾ വളരെയധികമുണ്ട്. എത്ര ചിത്രങ്ങൾ, എത്ര ക്ഷേത്രങ്ങൾ, യജ്ഞം, തപം, ദാനം, പുണ്യം തുടങ്ങിയവ ചെയ്യുന്നു. ഭക്തിയിലൂടെ ഭഗവാന് ലഭിക്കുന്നു എന്ന് പറയുന്നു. ആർക്കാണ് ലഭിക്കുന്നത്? ആരാണോ ആദ്യം വരുന്നത് അവർ തന്നെയാണ് ആദ്യം ഭക്തി ആരംഭിക്കുന്നത്. ആര് ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്നുവോ അവർ തന്നെ യഥാ രാജാ റാണി തഥാ പ്രജ, സർവഗുണസമ്പന്നവും 16 കലാസമ്പൂർണവും സമ്പൂർണ്ണ നിർവികാരിയും അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരുമായിരുന്നു. ഭാരതത്തിൽ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു. അപ്പോൾ അളവറ്റ ധനമുണ്ടായിരുന്നു. ബാബ ഓർമ്മ വരുത്തുന്നു, ആദ്യം നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. എല്ലാവരും എടുക്കുന്നില്ല. 84 ജന്മം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പറയുന്നു 84 ലക്ഷം ജന്മം എന്ന്. കൽപ്പത്തിൻ്റെ ആയുസ്സും ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ബാബ പറയുന്നു, ഇത് 5000 വർഷത്തിൻ്റെ ഡ്രാമയാണ്. ഇതായി ജ്ഞാനം, ജ്ഞാനസാഗരം എന്ന് ഒരേ ഒരു ശിവ് ബാബയെയാണ് പാടപ്പെടുന്നത്. മറ്റത് പരിധിയുള്ള പിതാവ്, ഇത് പരിധിയില്ലാത്ത ബാബയാണ്. പരിധിയുള്ള ബാബകൾ ഉണ്ടായിരുന്നിട്ടും പരിധിയില്ലാത്ത പിതാവിനെ ഓർമ്മിക്കുന്നു ദുഃഖിതരായി മാറുമ്പോൾ. പുനർജന്മം എടുത്തെടുത്ത് ലോകം പഴയതും തമോ പ്രധാനവുമാകുന്നു. അപ്പോൾ പിന്നെ ബാബ വരുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. ആരിൽ നിന്ന്? പരിധിയില്ലാത്ത ബാബയിൽ നിന്ന്. അപ്പോൾ തീർച്ചയായും ജീവൻ ബന്ധനത്തിലാണ്, പതീതമാണ്. പിന്നെ പാവനമാകേണ്ടതുണ്ട്. ഇത് സെക്കൻഡിൻ്റെ കാര്യമാണ്. ജ്ഞാനം 1 സെക്കൻഡിൻ്റേതാണ്. കാരണം പഠനം നിങ്ങൾ വളരെയധികം പഠിക്കുന്നു. ആ മനുഷ്യരെല്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നു. പഠിക്കുന്നത് ആത്മാവ് തന്നെയാണ്. എന്നാൽ ദേഹാഭിമാനം കാരണം സ്വയം ആത്മാവാണ് എന്നത് മറന്ന് പറയുന്നു, ഞാൻ ഇന്ന മിനിസ്റ്ററാണ്, ഇതാണ് എന്നെല്ലാം. വാസ്തവത്തിൽ ആത്മാവാണ്. ആത്മാവ് മിസ്റ്ററിൻ്റെയും മിസ്സസിൻ്റെയും ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നു. ഇത് മറന്നു പോകുന്നു. അല്ലാത്ത പക്ഷം ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നത്. ചിലർ ഒന്നാകുന്നു, ചിലർ മറ്റൊന്നാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ ഈ പഴയ ലോകം മാറി പുതിയതാകുന്നു. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും തീർച്ചയായും റിപ്പീറ്റ് ആകുന്നു. പുതിയ ലോകം സദോ പ്രധാനമാണ്. ഒരു വീടും ആദ്യം പുതിയതായിരിക്കും, അപ്പോൾ സദോ പ്രധാനം എന്ന് പറയും. പിന്നെ പഴയതും ജീർണിച്ചതും തമോ പ്രധാനവുമാകുന്നു. ഈ പരിധിയില്ലാത്ത നാടകത്തിൻ്റെ അഥവാ സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് പഠനമാണ്, ഭക്തിയല്ല. ഭക്തിയെ പഠനം എന്ന് പറയുകയില്ല. കാരണം ഭക്തിയിൽ എയിം ഓബ്ജക്റ്റ് ഒന്നും തന്നെയില്ല. ജന്മജന്മാന്തരങ്ങളിൽ വേദശാസ്ത്രങ്ങളും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ലോകം മാറേണ്ടതുണ്ട്.
സത്യത്രേതായുഗങ്ങളിൽ ഭക്തിയില്ല. ഭക്തി ആരംഭിക്കുന്നത് ദ്വാപരം മുതലാണ്. ഇത് ബാബ ആത്മീയ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ പറയുന്നത് ആത്മീയ നോളജ് അഥവാ ആത്മീയ ജ്ഞാനം എന്നാണ്. ആത്മീയ നോളജ് ആരാണ് പഠിപ്പിക്കുക? സുപ്രീം ആത്മാവ്, അതായത് പരംപിതാവ് തന്നെയാണ് പഠിപ്പിക്കുക. ആ ഒന്ന് സർവരുടേതുമാണല്ലോ. ലൗകിക പിതാവിനെ ഒരിക്കലും പരംപിത എന്ന് പറയുകയില്ല. പാരലൗകികത്തെയാണ് പരംപിത എന്ന് പറയുന്നത്. ആ ഒന്ന് പരംധാമത്തിൽ വസിക്കുന്നവനാണ്. ബാബയെ ഓർമ്മിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നു, ഹേ ഗോഡ്, അല്ലയോ ഈശ്വര എന്ന്. വാസ്തവത്തിൽ ആ ഒന്നിൻ്റെ നാമം ഒന്നാണ്. എന്നാൽ ഭക്തിയിൽ അനേകം നാമങ്ങൾ നൽകിയിരിക്കുന്നു. ഭക്തിയുടെ വ്യാപനം വളരെയധികമുണ്ട്. അതെല്ലാം മനുഷ്യ മതമാണ്. ഇപ്പോൾ മനുഷ്യർക്ക് വേണ്ടത് ഈശ്വരീയ മതമാണ്. ഈശ്വരീയ മതം അഥവാ ശ്രീമത്. ശ്രീ 108 മാല ഉണ്ടാക്കപ്പെടുന്നല്ലോ. ഇത് പ്രവൃത്തി മാർഗത്തിൻ്റെ മാലയാണ് ഉണ്ടാക്കപ്പെടുന്നത്. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് പടികൾ ഇറങ്ങി ഇൻസോൾവൻ്റ് ആകുന്നു. ബുദ്ധി ഇൻസോൾവൻ്റ് ആകുന്നു. അപ്പോൾ മനുഷ്യൻ പാപ്പരാകുന്നു. ആര് 100% സോൾവൻ്റ് ആയിരുന്നോ അവർ ഈ സമയം ഇൻസോൾവൻ്റ് ആണ്. ബുദ്ധിക്ക് പൂട്ട് വീണിരിക്കുകയാണ്. ആ ലോക്ക് ആരാണിട്ടത്? ഗോദ്രജിൻ്റെ പൂട്ട് വീണിരിക്കുകയാണ്. ഭാരതം എത്ര നമ്പർ 1-ലായിരുന്നു? ഭാരതം എത്രത്തോളം നമ്പർ 1-ലായിരുന്നോ അത്രത്തോളം തന്നെ മറ്റൊരു ഖണ്ഡവുമില്ല. ഭാരതത്തിന് വളരെയധികം മഹിമയുണ്ട്. ഭാരതം എല്ലാ ധർമ്മങ്ങളുടെയും വളരെ വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. എന്നാൽ ഡ്രാമയനുസരിച്ച് ഗീതയെ ഖണ്ഡിച്ചു. ഭാരതത്തിൻ്റെയും മുഴുവൻ ലോകത്തിൻ്റെയും തെറ്റാണ്. ഭാരതത്തിൽ തന്നെയാണ് ഗീതയെ ഖണ്ഡിച്ചത്. ആ ഗീതാജ്ഞാനത്തിലൂടെ ബാബ പുതിയ ലോകം നിർമ്മിക്കുന്നു. സർവരുടെയും സദ്ഗതിയും ചെയ്യുന്നു. ഭാരതം ഏറ്റവും ഉയർന്നതും വളരെ സമ്പന്നവുമായ ഖണ്ഡമായിരുന്നു. അതിപ്പോൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് തലകീഴായ വൃക്ഷമാണ്. ഇതിൻ്റെ ബീജം മുകളിലാണ്. ആ ഒന്നിനെ വൃക്ഷപതി എന്ന് പറയുന്നു. ബൃഹസ്പതിയുടെ ദശ വരുന്നുവല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വൃക്ഷപതിയായ ഞാൻ വരുന്നു. അപ്പോൾ ഭാരതത്തിൽ ബൃഹസ്പതിയുടെ ദശയുണ്ടാകുന്നു, ഉയർന്നതായി മാറുന്നു. പിന്നെ രാവണൻ വന്നു. അപ്പോൾ രാഹുവിൻ്റെ ദശ ഉണ്ടാകുന്നു. ഭാരതത്തിൻ്റെ എന്തവസ്ഥ ഉണ്ടാകുന്നു? അവിടെയാണെങ്കിൽ നിങ്ങളുടെ ആയുസ്സും വലുതായിരിക്കും. കാരണം പവിത്രമാണ്. പകുതി കൽപ്പം നിങ്ങൾ 21 ജന്മം എടുക്കുന്നു. ബാക്കി പകുതി കൽപ്പത്തിൽ ഭോഗിയാകുന്നതിലൂടെ ആയുസ്സും ചെറുതാകുന്നു. പിന്നെ നിങ്ങൾ 63 ജന്മം എടുക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സദോ പ്രധാനമാകണം. അതിനാൽ എന്നെ മാത്രം ഓർമ്മിക്കൂ. എല്ലാ ധർമ്മത്തിലുള്ളവരും ഈ സമയം തമോ പ്രധാനമാണ്. നിങ്ങൾക്ക് ഈ ജ്ഞാനം എല്ലാവർക്കും നൽകാൻ സാധിക്കും. ആത്മാക്കളുടെ പിതാവ് ഒന്ന് തന്നെയാണ്. എല്ലാവരും ബ്രദേഴ്സാണ്. കാരണം നമ്മൾ ആത്മാക്കൾ ഒരു ബാബയുടെ സന്താനങ്ങളാണ്. ഹിന്ദുവും മുസൽമാനും സഹോദരന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അർത്ഥം അറിയുന്നില്ല. ആത്മാവ് പറയുന്നു റൈറ്റാണ്. എല്ലാ ബ്രദേഴ്സിൻ്റെയും പിതാവ് ഒന്നാണ്. ഉയർന്ന ബാബയ്ക്ക് സമ്പത്ത് നൽകുക തന്നെ വേണം. ആ ഒന്ന് വരുന്നതും ഭാരതത്തിലാണ്. ശിവജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ ആ ഒന്ന് എപ്പോഴാണ് വന്നിരുന്നത്? ഇത് ആർക്കും അറിയില്ല. നിങ്ങളുടെ യുദ്ധം 5 വികാരങ്ങളോടാണ്. കാമമാണെങ്കിൽ നിങ്ങളുടെ നമ്പർ 1 ശത്രുവാണ്. രാവണനെ കത്തിക്കുന്നു. എന്നാൽ അത് ആരാണ്? എന്തിനു കത്തിക്കുന്നു? ഒന്നും അറിയുന്നില്ല. ദ്വാപരം മുതൽ നിങ്ങൾ താഴെ ഇറങ്ങുന്നു. ഈ സമയത്ത് പതീതമായിരിക്കുന്നു. ഒരു ഭാഗത്ത് ശിവബാബയെ ഓർമ്മിച്ച് പൂജിക്കുന്നു. മറുഭാഗത്ത് പിന്നെ പറയുന്നു, ആ ഒന്ന് സർവവ്യാപിയാണ്. ആരാണോ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കിയത്, ആ ഒന്നിനെ നിങ്ങൾ മായയുടെ ചക്രത്തിൽ വന്ന് അധിക്ഷേപിക്കുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ എണ്ണമറ്റ ജന്മങ്ങളിൽ കൊണ്ടുപോയിരിക്കുകയാണ്. എന്നെ കണകണങ്ങളിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഡ്രാമയിൽ ഇതും ഉണ്ടാക്കപ്പെട്ടതാണ്. പരിധിയില്ലാത്ത ബാബയുടെ ഗ്ലാനി ചെയ്ത് എത്ര പാപാത്മാക്കളായിരിക്കുന്നു. രാവണ രാജ്യമാണല്ലോ.
ഇതും നിങ്ങൾ അറിയുന്നുണ്ട്, ഈ സമയത്ത് എല്ലാവരും ഭക്തരാണ്. എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ ആരാണ്? സത്യഖണ്ഡം സ്ഥാപിക്കുന്നവൻ സർവരുടെയും ബാബയാണ്. രാവണനെ ബാബ എന്ന് പറയുന്നില്ല. 5 വികാരങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. വികാരത്തിലൂടെയാണ് ജനിക്കുന്നത്. അതിനാൽ ഭ്രഷ്ടാചാരി എന്ന് പറയുന്നു. ദേവതമാരെ സമ്പൂർണ്ണ നിർവികാരി എന്ന് പറയുന്നു. ഇപ്പോൾ സമ്പൂർണ്ണ വികാരിയാണ്. പൂജ്യരായിരുന്ന ദേവതമാർ തന്നെ പിന്നെ പൂജാരിയാകുന്നു. അവർ പറയുന്നു ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. ബാബ പറയുന്നു ഇത് തെറ്റാണ്. ആദ്യം സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തണം. ഞാൻ ആത്മാവ് ഈ സമയത്ത് ബ്രാഹ്മണ കുലത്തിലേതാണ്, പിന്നെ ദേവതാ കുലത്തിൽ പോകുന്നു. ഈ ബ്രാഹ്മണ കുലം സർവോത്തമ കുലമാണ്. ബ്രാഹ്മണരുടെ ഡിനസ്റ്റി ഇല്ല. കുടുമി ബ്രാഹ്മണരുടേതാണ്. നിങ്ങൾ ബ്രാഹ്മണരാണല്ലോ. ഏറ്റവും മുകളിലാണ് ശിവ് ബാബ. ഭാരതത്തിൽ വിരാട് രൂപം ഉണ്ടാക്കുന്നു. എന്നാൽ അതിൽ ബ്രാഹ്മണരുടെ കുടുമയില്ല. കുടുമികളുടെ, അതായത് ബ്രാഹ്മണരുടെ പിതാവുമില്ല. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ത്രിമൂർത്തിയുടെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. അല്ലാത്ത പക്ഷം ഭാരതത്തിൻ്റെ കോട്ട് ഓഫ് ആംസിൽ ത്രിമൂർത്തി ശിവൻ്റേത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് മുള്ളുകളുടെ കാടാണ്. അപ്പോൾ വന്യമൃഗങ്ങളുടെ കോട്ട് ഓഫ് ആംസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ പിന്നെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നു. സത്യയുഗത്തിൽ സിംഹവും ആടും ഒരുമിച്ച് ജലപാനം ചെയ്യുന്നതായി കാണിക്കുന്നു. സത്യമേവ ജയതേ എന്നാൽ വിജയം. എല്ലാവരും ഷീർഖണ്ഡ്, പാലും പഞ്ചസാരയും പോലെ കഴിയുന്നു. ഉപ്പുവെള്ളമാകുന്നില്ല. രാവണ രാജ്യത്തിൽ ഉപ്പുവെള്ളവും രാമരാജ്യത്തിൽ പാലും പഞ്ചസാരയുമാകുന്നു. ഇതിനെ പറയുന്നത് തന്നെ മുള്ളുകളുടെ കാട് എന്നാണ്. പരസ്പരം ആദ്യ നമ്പറിലെ മുള്ള് കുത്തുന്നത് വികാരത്തിൻ്റെതാണ്. ബാബ പറയുന്നു കാമം മഹാശത്രുവാണ്. ഇത് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. പേര് തന്നെ രാവണ രാജ്യം എന്നാണ്. ബാബ പറയുന്നു ഈ 5 വികാരങ്ങളുടെ മേൽ ജയം നേടി ജഗത് ജീത് ആകൂ. ഈ അന്തിമ ജന്മം നിർവികാരിയാകൂ. നിങ്ങൾ തമോ പ്രധാനവും പതീതവുമായിരിക്കുന്നു. വീണ്ടും സദോ പ്രധാനവും പാവനവുമാകൂ. ഗംഗ പതീത പാവനിയല്ല. ശരീരത്തിൻ്റെ മാലിന്യം വീട്ടിൽ വച്ചും ജലത്താൽ നീക്കം ചെയ്യാവുന്നതാണ്. ആത്മാവിനെ സ്വച്ഛമാക്കാൻ സാധിക്കില്ല. ഭക്തി മാർഗത്തിൽ എത്ര അനേകം ഗുരുക്കന്മാരുണ്ട്. സദ്ഗുരു ഒന്നേ ഉള്ളൂ. സദ്ഗതി ചെയ്യുന്നവനാണ്. സുപ്രീം പിതാവുമാണ്, സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം സദ്ഗുരുവുമാണ്. ആ ഒന്ന് നിങ്ങളെ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് കേൾപ്പിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദോപ്രധാനം ആകുന്നതിനായി ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരോടുമൊപ്പം പാലും പഞ്ചസാരയും പോലെ കഴിയണം. ഈ അന്തിമ ജന്മത്തിൽ വികാരങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കി ജഗത് ജീത് ആകണം. വരദാനം: ബാബയുടെ ഛത്രഛായയിൽ സദാ ആഹ്ലാദം അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. എവിടെ ബാബയുടെ ഛത്രഛായയുണ്ടോ അവിടം സദാ മായയിൽ നിന്നും സേഫാണ്. ഛത്രഛായയുടെ ഉള്ളിൽ മായയ്ക്ക് വരാൻ സാധിക്കില്ല. പ്രയത്നങ്ങളിൽ നിന്നും സ്വതവേ തന്നെ ദൂരെയാകും. ആഹ്ലാദത്തിലിരിക്കും. കാരണം പ്രയത്നം ആഹ്ലാദത്തിൻ്റെ അനുഭവം ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഛത്രഛായയിൽ ഇരിക്കുന്ന ഇങ്ങനെയുള്ള വിശേഷ ആത്മാക്കൾ ഉയർന്ന പഠനം പഠിച്ചുകൊണ്ടും ആഹ്ലാദത്തിലിരിക്കുന്നു. കാരണം അവർക്ക് ഈ നിശ്ചയമുണ്ട്, നമ്മൾ കൽപ്പകൽപ്പങ്ങളിലെ വിജയിയാണ്, പാസ്സായിരിക്കുകയാണ്. അപ്പോൾ സദാ ആഹ്ലാദത്തിലിരിക്കൂ. മറ്റുള്ളവർക്കും ആഹ്ലാദത്തിൽ ഇരിക്കുന്നതിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. ഇത് തന്നെയാണ് സേവനം. സ്ലോഗൻ: ആര് ഡ്രാമയുടെ രഹസ്യത്തെ അറിയുന്നില്ലയോ
അവർ തന്നെയാണ് അതൃപ്തമാകുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാന സ്വരൂപ ആത്മാവായ ഞാൻ വ്യക്തഭാവത്തിൻ്റെയും വ്യക്ത ദേശത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയാകുന്നു. ഈ അവ്യക്ത ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും സന്മുഖത്ത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാന സൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാന സൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ഞാനും മാസ്റ്റർ ജ്ഞാന സൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാബ്ദാദയുടെ വരദാനി ദൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തി
ശബ്ദമാക്കി, മാസ്റ്റർ, ജ്ഞാന സൂര്യനായി ഞാൻ വ്യക്തദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതുപോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാക്കട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.